നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ഇന്ന് ജനങ്ങളെ ശരിപ്പെടുത്തുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ തുടർ ഭരണം നേടുമെന്ന ഭീതിയാണ് കോൺഗ്രസിനെന്ന് മന്ത്രി AC മൊയ്തീൻ. ജില്ലാ പഞ്ചായത്ത് കാട്ടകമ്പാൽ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി ഗീതാ മോഹനന്റെ വാഹന പ്രചരണ യാത്ര നടന്നു. കുന്നംകുളം നഗരസഭയിലെ വോട്ടിംഗ് മെഷീനുകൾ കമ്മീഷൻ ചെയ്തു. ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി വിശ്വാസികൾ പ്രതിഷേധ മാർച്ച് നടത്തി. BJP കാട്ടകമ്പൽ പഞ്ചായത്തിന്റെ വികസന രേഖ സുരേഷ് ഗോപി MP പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ഇന്ന് ജനങ്ങളെ ശരിപ്പെടുത്തുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ഇന്ന് ജനങ്ങളെ ശരിപ്പെടുത്തുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാർ കൊല്ലുന്നവർക്കൊപ്പമാണെന്നും കൊലപാതകളെ സംരക്ഷിക്കാൻ പാവപ്പെട്ടവരുടെ നികുതി പണം ഉപയോഗിക്കുകയാണെന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. യുവാക്കളുടെ അത്താണിയായ PSCയിൽ പിൻവാതിൽ നിയമനം നടത്തുകയാണ് കേരള സർക്കാർ ചെയ്തതെന്നും കേന്ദ്ര സർക്കാർ കർഷകരെ ശത്രുക്കളായി കണ്ട് ദ്രോഹിക്കുകയാണെന്നും ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണമായും തകർക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് MP വിൻസെന്റ്, KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, VC ലത്തീഫ്, MS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ പ്രാവശ്യം കൈവിട്ടു പോയതിന് മാത്രമല്ല, ഒരിക്കലും കിട്ടില്ലാന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ വീണ്ടും ഇപ്രാവശ്യം വരാൻ പോവാണ്. ഇതിന് ഈ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല കാരണക്കാർ കേട്ടോ, നിങ്ങൾ കാരണക്കാരാണ്, നിങ്ങൾ അഭിമാനമുണ്ട്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം കാലാകാലങ്ങളായി അരിവാളിന് മാത്രം വോട്ട് ചെയ്യുന്ന കടുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. എന്തുകൊണ്ടാണ്? അതിന് വ്യക്തമായ കാരണം നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് പേരുണ്ട്, കളങ്കം അറിയാത്തവർ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന അവരെ തിരിച്ചിരിക്കുന്നത് ഇത് പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണ്, അധ്വാനിക്കുന്നവന്റെ പാർട്ടിയാണ്, ഭാരം ചുമക്കുന്നവന്റെ പാർട്ടിയാണ്. പണക്കാരനും പാവപ്പെട്ടവനും പ്രശ്നമുണ്ടായപ്പോൾ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ തുടർ ഭരണം നേടുമെന്ന ഭീതിയാണ് കോൺഗ്രസിനെന്ന് മന്ത്രി AC മൊയ്തീൻ. പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ തുടർ ഭരണം നേടുമെന്ന ഭീതിയാണ് കോൺഗ്രസിനെന്ന് മന്ത്രി AC മൊയ്തീൻ കാട്ടകമ്പൽ പഞ്ചായത്തിലെ LDF 2ാം വാർഡ് രാമപുരം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡിൽ ജനങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാരാണ് ഇവിടെയുള്ളതെന്നും കോൺഗ്രസും BJPയും നടത്തുന്ന കള്ളപ്രചരണങ്ങൾ തള്ളിക്കളഞ്ഞാണ് ജനങ്ങൾ ഇടതുപക്ഷത്തൊപ്പം അണിനിരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരസ്പര ധാരണയോടുകൂടി അപകടം വരുത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവരുടേതെന്നും മന്ത്രി പറഞ്ഞു. ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയെ മതം പറഞ്ഞും ജാതി പറഞ്ഞും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി തമ്മിലടുപ്പിച്ച് അധികാരത്തിൽ വരാനാണ് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. LDF രാമപുരം വാർഡ് കമ്മിറ്റി സെക്രട്ടറി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. CPM കാട്ടകമ്പൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC ചെറിയാൻ, ലോക്കൽ കമ്മിറ്റി അംഗം അനിൽകുമാർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി NK ഹരിദാസൻ, വാർഡ് സ്ഥാനാർത്ഥി ഷീജ സുദീപ്, കിരൺകുമാർ എന്നിവർ സംസാരിച്ചു. ഇത്തരമൊരു സാഹചര്യം നമ്മുടെ നാട്ടിലെ എല്ലാ പഞ്ചായത്തുകളും നഗരപ്രദേശങ്ങളിലും കോൺഗ്രസിന്റെയും BJPയുടെയും എല്ലാ കള്ളപ്രചാര വേലകളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുറകിൽ അണിനിരന്നിട്ടുള്ളത്. കാട്ടകമ്പാൽ പഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നതിലൂടെ സംസാരിച്ച സഖാവ് സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ നാനാ മേഖലയിലും ഗതാഗതവും കൃഷിയും കുടിവെള്ള പദ്ധതിയും അംഗൻവാടിയും പട്ടികജാതി പട്ടികവർഗ വികസനവും സ്കൂൾ വികസനവും എല്ലാമായി
നമ്മുടെ നാട്ടിൽ അഭൂതപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാക്കി 5 വർഷമാണ് കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ കടന്നുപോയത്. ജില്ലാ പഞ്ചായത്ത് കാട്ടകാമ്പാൽ ഡിവിഷൻ ബിജെപി സ്ഥാനാർത്ഥി ഗീതാ മോഹനന്റെ വാഹന പ്രചരണ യാത്ര നടന്നു. ജില്ലാ പഞ്ചായത്ത് കാട്ടകാമ്പാൽ ഡിവിഷൻ ബിജെപി സ്ഥാനാർത്ഥി ഗീതാ മോഹനന്റെ വാഹന പ്രചരണ യാത്ര കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ നടന്നു. ഒബിസി മോർച്ച ജില്ലാ അധ്യക്ഷൻ KS രാജേഷ് പ്രചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബിജെപി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുധീഷ്, സാജു, ഷാജി മഹന്തൻ, അജിത സുരേന്ദ്രൻ, ടിങ്കു CC എന്നിവർ സംസാരിച്ചു. വിവിധ വാർഡുകളിലൂടെ നടന്ന പര്യടനത്തിൽ വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളും വാർഡ് കമ്മിറ്റി പ്രതിനിധികളും പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിലെ വോട്ടിംഗ് മെഷീനുകൾ കമ്മീഷൻ ചെയ്തു. കുന്നംകുളം നഗരസഭയിലെ 18 വാർഡുകളിലെ വോട്ടിംഗ് മെഷീനുകൾ കമ്മീഷൻ ചെയ്തു. 1 മുതൽ 18 വരെയുള്ള വാർഡുകളിൽ അടക്കമുള്ള 19 ബൂത്തുകളിലെ മെഷീനുകളാണ് കമ്മീഷൻ ചെയ്തത്. നഗരസഭയിലെ ടൗൺ ഹാളിൽ സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർ, നഗരസഭ എഞ്ചിനീയർ, സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിലാണ് മെഷീനുകൾ കമ്മീഷൻ ചെയ്തത്. വോട്ടിംഗ് മെഷീനുകളിൽ ബാലറ്റ് പേപ്പർ സ്ഥാപിച്ച് മെഷീൻ പ്രവർത്തനക്ഷമമാക്കി. ഇന്ന് രാവിലെ 19 മുതൽ 37 വരെയുള്ള വാർഡുകളിലെ മെഷീനുകളും കമ്മീഷൻ ചെയ്തു. കമ്മീഷൻ ചെയ്ത മെഷീനുകൾ ടൗൺ ഹാളിലെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുക. 9-ാം തീയതി യന്ത്രങ്ങളും സാമഗ്രികളും വിതരണം ചെയ്യും. തെരഞ്ഞെടുപ്പിനായി നഗരസഭയിലെ മുഴുവൻ ബൂത്തുകളും സജ്ജമായതായി അധികൃതർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി വിശ്വാസികൾ പ്രതിഷേധ മാർച്ച് നടത്തി. വ്യാജപ്രമാണത്തിന്റെ പിൻബലത്തിൽ യാക്കോബായ വിശ്വാസികളുടെ പള്ളി ഓർത്തഡോക്സ് സഭ പിടിച്ചെടുത്തതിലും ഇടവകക്കാർക്ക് നീതി നിഷേധിക്കുന്നതിനെതിരെയും സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മാതൃപള്ളികളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇന്നലെ രാവിലെ എൽഡോ ചാപ്പലിലെ കുർബാനയ്ക്ക് ശേഷം ഫാദർ ജേക്കബ് കക്കാട്ടിൽ, ട്രസ്റ്റി സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഫാദർ ജേക്കബ് കക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ജിജോ ജേക്കബ്, KC വർഗീസ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രജിസ്ട്രേഷൻ പോലുമില്ലാത്ത 1934 എന്ന വ്യാജപ്രമാണത്തിന്റെ പേരിൽ ഭൂരിപക്ഷമുള്ള യാക്കോബായ വിശ്വാസികളെ പുറത്താക്കി പള്ളികൾ പിടിച്ചെടുക്കുന്നത് നീതി നിഷേധമാണെന്നും സർക്കാർ നിയമനിർമ്മാണം നടത്തി നീതി ഉറപ്പാക്കണമെന്നും ഫാദർ ജേക്കബ് കക്കാട്ട് ആവശ്യപ്പെട്ടു. തുടർന്ന് വിശ്വാസികൾ ചാപ്പലിന് മുന്നിൽ സഹന സമരം ആരംഭിച്ചു. വൈകിട്ട് 5-ന് പ്രതിഷേധ സമരം സമാപിച്ചു. പ്രദേശത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ SHO A പ്രതാപന്റെ നേതൃത്വത്തിൽ സ്ഥലത്ത് പോലീസ് സുരക്ഷയും ഉണ്ടായിരുന്നു. സർക്കാർ നമുക്കനുകൂലമായിട്ട് ചർച്ച നടത്തി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുമെന്നുള്ള വാക്ക് തന്നതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ സമരം നിർത്തിവെക്കുകയും എന്നാൽ ആ വാക്കിൽ നിന്ന് പിന്തിരിഞ്ഞ് മെത്രാൻ കക്ഷികൾ വീണ്ടും വീണ്ടും പള്ളികൾ കയ്യേറുകയും ചെയ്തപ്പോൾ
വീണ്ടും സമരം തുടരാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേർന്നു. അങ്ങനെ ഇന്ന് നമ്മുടെ തുടർന്നുള്ളതായിരിക്കുന്ന സമരത്തിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു വ്യാജ പ്രമാണത്തിന്റെ പേരിൽ, അതിനാണ് നമ്മുടെ ബാനറിൽ എഴുതിയിരിക്കുന്നത്, വ്യാജ പ്രമാണത്തിന്റെ പേരിലാണ് പള്ളികളൊക്കെയും കൈയേറിയതാണ്. എന്താണ് വ്യാജ പ്രമാണമെന്ന് ചോദിച്ചാൽ 1934 ഭരണഘടന എന്ന് പറയുന്ന ഒന്നാണ്. ഈ ഭരണഘടന എന്ന് പറയുന്നത് ഈ 2017 ജൂലൈ മാസം 17-ാം തീയതി വിധി പ്രഖ്യാപിച്ച അരുൺ മിശ്ര എന്ന് പറയുന്ന ആ ജസ്റ്റിസ് കണ്ടിട്ടില്ല. മലങ്കര സഭയുടെ നേതാക്കൾ ആരും കണ്ടിട്ടില്ല. ഇന്ന് വരെ ഒരു മനുഷ്യനും കാണാത്ത ഒരു സാധനമാണ് 1934 ഭരണഘടന എന്ന് പറയുന്നത്. ബിജെപി കാട്ടകമ്പൽ പഞ്ചായത്തിന്റെ വികസന രേഖ സുരേഷ് ഗോപി MP പ്രകാശനം ചെയ്തു. ബിജെപി കാട്ടകമ്പൽ പഞ്ചായത്തിന്റെ വികസന രേഖ സുരേഷ് ഗോപി MP പ്രകാശനം ചെയ്തു. ബിജെപി കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് ശ്രീജി, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജബീൻ, സുനീഷ് പെരുന്തിരുത്തി, ബാബു കണ്ടപ്പള്ളി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അടയ്ക്ക പഴയത് 6600 രൂപ മുതൽ 7250 രൂപ വരെ, പുതിയത് 5500 രൂപ മുതൽ 6660 രൂപ വരെ, രണ്ടാം തരം 4200 രൂപ മുതൽ 5200 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ഇന്ന് ജനങ്ങളെ ശരിപ്പെടുത്തുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ തുടർ ഭരണം നേടുമെന്ന ഭീതിയാണ് കോൺഗ്രസിനെന്ന് മന്ത്രി AC മൊയ്തീൻ. ജില്ലാ പഞ്ചായത്ത് കാട്ടകമ്പാൽ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി ഗീതാ മോഹനന്റെ വാഹന പ്രചരണ യാത്ര നടന്നു. കുന്നംകുളം നഗരസഭയിലെ വോട്ടിംഗ് മെഷീനുകൾ കമ്മീഷൻ ചെയ്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി വിശ്വാസികൾ പ്രതിഷേധ മാർച്ച് നടത്തി. BJP കാട്ടകമ്പൽ പഞ്ചായത്തിന്റെ വികസന രേഖ സുരേഷ് ഗോപി MP പ്രകാശനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.